ഹലോ. അപ്പോൾ ഇത് മഹാബലേശ്വർ ഡേ 2 ആണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, പിന്നെ ഫ്രഷായി. ഇതാ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷൂ ഇടാം. ഇനി നമ്മൾക്ക് നമ്മൾ അടുത്ത പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ എലഫൻറ്റ് പോയിന്റിലും ലോർഡ് ബിഗ് പോയിന്റ് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് അങ്ങനെയാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി കുറച്ച് ദൂരം ഉള്ളോട്ടേക്ക് നടക്കാനുണ്ട്, ഈ 2 പോയിന്റിന്റെ ഉള്ളിലേക്കും. അങ്ങനെ ഈ ഒരു ഫോറസ്റ്റ് പാത്തിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഹോഴ്സ് റൈഡൊക്കെ എടുക്കാൻ തോന്നുന്നു. ഉള്ളോട്ട് പോവാന്നറിയില്ല കേട്ടോ, ആരും പോകുന്നത് കണ്ടില്ല. പക്ഷെ ഹോഴ്സിന്റെ മേലെ നിന്ന് നമുക്ക് ഇവിടുന്ന് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഫോറസ്റ്റ് പാത്തിന്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. ഒരു കുറച്ച് ദൂരം നടക്കാനുണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണയും. പിന്നെ അപ്പം എനിക്കറിയാം അത്രയും നടക്കാനുള്ളതെന്നൊക്കെ. അങ്ങനെ നമ്മൾ നടന്നു. അപ്പം ഈ ലോർഡ് ബിഗ് പോയിന്റ് എത്തിയത് ഇത് നെക്സ്റ്റ് ആണ്. കുറച്ചും കൂടെ നടന്നാലാണ് നമ്മുടെ എലഫൻറ്റ് പോയിന്റ് ഉള്ളത്. അങ്ങനെ നമ്മളിതാ എലഫൻറ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയാൽ ഓരോ ഹില്ലിൻ്റെ മുകളിൽ കയറാ താഴത്തേക്കുള്ള വ്യൂ കൂടെ, അതാണല്ലോ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇവിടെ നിന്നുള്ള പുറത്തേക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത്. അങ്ങനെ ഞാൻ പല ആംഗിളിലും പല സൈഡിൽ നിന്നും ഒക്കെ ഇങ്ങനെ ഈ വ്യൂസ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷേ ആ ഫോറസ്റ്റ് പാത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല ചൂടായിട്ടോ. പിന്നെ പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് പോലെ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടോ, നല്ല കാറ്റുണ്ട്. അതോടെ നമുക്ക് ഈ ചൂട് അങ്ങോട്ട് അത്ര അറിയില്ല, അത്ര ഇതായിട്ടായില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ എൻഡ് ആണിത്. അപ്പോൾ ഇവിടെ വരെ നമ്മൾ നടന്നു. ഇനി ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ കാണിച്ചു തരാം. ഇത് എലഫൻറ്റ് പോയിന്റിന്റെ ഏറ്റവും അറ്റത്ത് നിന്നുള്ള വ്യൂസ് ആണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നിങ്ങൾ ഷോർട്സിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, ഈ സീൻസൊക്കെ. ദെൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം ഇവിടെ നിന്ന് എടുത്തു. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ കുരങ്ങച്ചേട്ടത്തെ കണ്ടത്. അപ്പം പുള്ളിയുടെ കുറച്ച് ഷോർട്സൊക്കെ എടുത്തു. ഇനി നമുക്ക് തിരിച്ച് നടക്കാം. തിരിച്ച് നടക്കുമ്പോൾ നമുക്ക് ലോർഡ് ബിഗ് പോയിന്റും കൂടെ കയറാം. അപ്പം നമ്മളിനി തിരിച്ച് ലോർഡ് ബിഗ് പോയിന്റും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവാം. അങ്ങനെ ഫോറസ്റ്റ് പാത്തിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി. നല്ല കിളികളുടെ സൗണ്ടും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ആളുകളെ സംസാരവും ഉണ്ട്, അതുകൊണ്ട് നാച്ചുറൽ വോയിസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതാണ് ലോർഡ് ബിഗ് പോയിന്റ്. ലോർഡ് ബിഗ് പോയിന്റിനും ഇതേപോലെ തന്നെയുള്ള വ്യൂസ് ആണ്. നമ്മൾ താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ ലോർഡ് ബിഗ് പോയിന്റിന്റെ പുറത്ത് പേരക്ക, മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്ക് വരുമ്പം കണ്ടില്ലേ, അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് അപ്പം തിരിച്ച് നടക്കാനുള്ളതല്ലേ, അപ്പം അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പം തോത്താപ്പൂരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തോത്താപ്പൂരി അങ്ങനെ കഴിച്ചു. തോത്താപ്പൂരിയൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് തിരിച്ച് നടക്കാം. അധികം ദൂരമൊന്നും നടക്കാനില്ല കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും ആ ഒരു ഫോറസ്റ്റ് പാത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു രസം. പിന്നെ നല്ല തണുപ്പും കിളികളെ സൗണ്ടും പിന്നെ നല്ല കാറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ തിരിച്ച് നടന്നു. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പം ടേക്ക് കെയർ, ബൈ ബൈ, സീ യു, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.